എറണാകുളം എടവനക്കാട് കടൽക്ഷോഭം തടയുന്നതിന് ശാശ്വത നടപടി ആവശ്യപ്പെട്ട് സമരസമിതി കലക്ടറുമായി നടത്തിയ ചർച്ച പരാജയം. ക്യാബിനറ്റ് കൂടി തീരുമാനമെടുക്കണമെന്ന് കലക്ടർ അറിയിക്കുകയായിരുന്നു. ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി അറിയിച്ചു. വിവരങ്ങളുമായി ഷംന അശോക് ചേരുന്നു. ഷംന, ഇനി സമരം എങ്ങനെ നടത്തുമെന്നാണ് സമരസമിതി പറയുന്നത്? വിവരങ്ങൾ. തീരദേശ സംരക്ഷണ സമിതിയും ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുമായി ഇന്നൊരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചർച്ചയിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ സമരസമിതിയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ കളക്ടർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ക്യാബിനറ്റ് ചേർന്ന് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ തീരദേശ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10 പഞ്ചായത്തുകളാണ് കൂടുതലായും ഈ കടൽക്ഷോഭം നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് ഒരു പഞ്ചായത്തിന് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയുകയില്ല. അത് ക്യാബിനറ്റ് കൂടി ചേർന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം. മാത്രമല്ല 1-ാം തീയതി മന്ത്രിയെ കണ്ട് നേരിട്ട് ഇക്കാര്യം ധരിപ്പിക്കുമെന്നും കലക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ അടിയന്തരമായി പ്രശ്നപരിഹാരം കാണണം, മെട്രോപോഡ് ഇടാൻ ഉള്ള ഉത്തരവിറക്കണം എന്നുള്ളതാണ് സമരസമിതിയുടെ ആവശ്യം. അതുകൊണ്ട് ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് എടവനക്കാട് സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഈ നഗരം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി സമരസമിതി പറയുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കൂടുതൽ സമര പരിപാടികൾ തീരുമാനിക്കാനായി സമരസമിതിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് നടത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ശരി ഷംന.